الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസിനികളെ, സൃഷ്ടികർത്താവും സർവ്വലോക നിയന്താവും സർവ്വനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അല്ലാഹുവിന്റെ വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ചു ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു നമുക്കെല്ലാവർക്കും അവനിഷ്ടപ്പെട്ട വഴിയിൽ മരണം വരെ മുന്നോട്ടു പോകാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ നാം എപ്പോഴും കേൾക്കുന്ന കാര്യമാണ് അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുക എന്നത്. ആ വിശ്വസിച്ച ആളുകളായിട്ട് അറിയപ്പെടുന്നവരാണ് നമ്മളെല്ലാവരും. പക്ഷെ എത്രത്തോളം മരിക്കുമെന്നും മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്നും അവിടെയാണ് ഞാൻ മരണമില്ലാത്ത കാലം അത്രയും ജീവിക്കേണ്ടത് എന്നും ഈ ലോകത്ത് ഞാൻ അവിടേക്ക് തയ്യാറെടുപ്പ് നടത്തുകയാണ് ചെയ്യേണ്ടത് എന്നും നമ്മൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നത് വളരെ സുപ്രധാനമായ ഒരു ചോദ്യമാണ്. ജോലിയുടെ ആവശ്യം, വീടിന്റെ ആവശ്യം, വിദ്യാഭ്യാസത്തിന്റെ ആവശ്യം, ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ആവശ്യം, ഇതെല്ലാം എത്രത്തോളമാണെന്ന് ബോധ്യപ്പെട്ടവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിലൊക്കെ ചെറുതും വലുതുമായ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരുമാണ് നമ്മൾ. എന്നാൽ ഇപ്പോൾ മരിച്ചാൽ ആരംഭിക്കുന്ന ലോകത്ത് കുടുംബവും സമ്പത്തും നാം നമുക്കുണ്ടെന്ന് പറയുന്ന ഒന്നും ഉപകരിക്കാത്ത ഒരു ലോകത്ത് ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോൾ, ഒറ്റയ്ക്ക് ഞാനവിടെ വരുമ്പോൾ എനിക്ക് വേണ്ടി ഞാൻ എന്തൊരുക്കിയിട്ടുണ്ട്, എന്റെ ഹിസാബ് എന്തായിരിക്കും, എന്റെ അന്തിമ തീരുമാനം എന്തായിരിക്കും എന്ന വിഷയം നാം എത്രത്തോളം ഗൗരവം കൊടുത്ത് ആലോചിക്കുന്നുണ്ട്. ഗൗരവം കൊടുത്ത് ആലോചിക്കാത്ത ആളുകൾക്കെല്ലാവർക്കും മരണത്തിന്റെ സമയം മുതൽക്ക് നരകത്തിൽ വരെ വിതുമ്പേണ്ടി വരുന്നുണ്ട്. അവർ അല്ലാഹുവിനോട് പറയുന്നത് റബ്ബിർജിഊൻ ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്ത്, പടച്ചവനെ കുറച്ചു നേരം പിന്തിപ്പിച്ചാൽ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച് തിരിച്ചു വരാം റബ്ബേ എന്നാണ്. അതവിടെ നിന്നങ്ങോട്ട് മരണം തൊട്ട് ആരംഭിച്ച് അവസാനം നരകത്തിലെത്തും വരേക്കും, നരകത്തിലെത്തി അവിടുത്തെ ശിക്ഷ അനുഭവിക്കുമ്പോഴും അവൻ പറയുന്നത് അഖ്രിജ്നാ നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ, ഞാൻ ചെയ്യാതെ മാറ്റിവെച്ച സൽപ്രവർത്തനങ്ങൾ ചെയ്യാൻ പടച്ചറബ്ബേ എനിക്ക് നീ സമയം നൽകണമേ, ഈ നരകത്തിൽ നിന്ന് എന്നെ ഒന്ന് പുറത്തേക്ക് വിടണമേ എന്നാണ്. ജീവിതം കൊണ്ട് ബോധ്യപ്പെട്ടവരാകട്ടെ മരണത്തോടുകൂടെ
അവർ കേൾക്കുന്ന വാക്ക് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. സമാധാനമടഞ്ഞ ആത്മാവേ, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് ഇറങ്ങി വന്നാലും. പടച്ചറബിന്റെ തൃപ്തിയിലാണവർ. അവരുടെ യാത്ര സന്തോഷകരമാണ്. പരലോകത്തവർക്ക് ഭയമില്ല. അവരുടെ മുഖം പ്രസന്നമാണ്. അവരുടെ ഹിസാബ് എളുപ്പമാണ്. അവരുടെ മീസാൻ ഭാരം തൂങ്ങിയതാണ്. അവരുടെ സിറാത്തിലൂടെ അവർ വേഗതയിൽ കടന്നു പോവുകയാണ്. അവസാനം അല്ലാഹു ഒരുക്കിയ സ്വർഗ്ഗത്തിൽ അവർ പ്രവേശിപ്പിക്കപ്പെടുകയാണ്. സുഹൃത്തുക്കളെ, എത്രത്തോളം നാം ഈ സത്യം ബോധ്യപ്പെട്ടിട്ടുണ്ട്, എത്രത്തോളം നാം അതിനു വേണ്ടിയിട്ട് മുന്നൊരുക്കങ്ങൾ നടത്തുന്നുണ്ട്. ഇക്കണ്ടതൊന്നും എനിക്ക് ഉപകാരപ്പെടാത്ത ഒരു ലോകത്ത് എനിക്ക് വിജയിക്കാനുള്ളത് എന്റെ ഇബാദത്ത് മാത്രമാണ് എന്ന് ബോധ്യപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം അവസരങ്ങൾ ഓരോന്നും അയാൾക്ക് സന്തോഷമായിരിക്കും ഉണ്ടാവുക. അയാൾ അലോസരപ്പെടൂല, അയാൾ അസ്വസ്ഥനാവൂല, അയാൾക്ക് വിഷമം ഉണ്ടാവില്ല. എന്തൊരു ഇതാണിത് എന്ന് ചോദിക്കേണ്ട അവസ്ഥ ഉണ്ടാവില്ല. അള്ളാഹുവിന്റെ ഖുർആനും പ്രവാചകന്റെ സുന്നത്തും പറയുന്ന സൽക്കർമ്മങ്ങൾ, പ്രവർത്തനങ്ങൾ, ആരാധനകൾ, പുണ്യങ്ങൾ കേൾക്കാനും പഠിക്കാനും അവസരം കിട്ടിയാൽ താൽപര്യത്തോടുകൂടെ അവർ സ്വീകരിക്കുകയും ജീവിതത്തിന്റെ ഭാഗമാക്കുകയും ചെയ്യും. ആര്? പരലോകത്തിൽ അചഞ്ചലമായി വിശ്വസിച്ച് മനസ്സിനെ അത് ബോധ്യപ്പെടുത്തി അത് മനസ്സിൽ ഉറപ്പിച്ച് ലക്ഷ്യമാക്കിക്കൊണ്ട് നടക്കുന്ന ആൾക്കാർ. അത്തരക്കാരായ ആളുകൾക്ക് സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ് യഥാർത്ഥത്തിൽ റമദാൻ എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മുബാറക്കായി വെച്ചിട്ടുള്ള, അനുഗ്രഹീതമായി സ്ഥാപിച്ചിട്ടുള്ളതാണ് യഥാർത്ഥത്തിൽ റമദാൻ മാസം. അതാകും റമദാൻ ഷഹ്റുൻ മുബാറക്. ഇതാ നിങ്ങളിലേക്ക് മുബാറക്കായ, അനുഗ്രഹീതമായ ഒരു റമദാൻ സമാഗതമാകുന്നു. ഷഹ്റുൽ ഖുർആൻ, ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതമായ വിശുദ്ധ ഖുർആനിന്റെ മാസം. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട പരിപാവനമായ മാസമാണ് വിശുദ്ധ റമദാൻ മാസം. അല്ലാഹുവിന്റെ സ്വർഗം നേടാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള സുവർണാവസരം. എന്തേ? ഫുതിഹത് അബ്വാബുൽ ജന്ന വഗുല്ലിഖത് അബ്വാബുൻ നാർ വസുൽസിലത്തിശ് ശയാത്തീൻ. അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ ഡോറുകൾ മലർക്കെ തുറന്നുവെച്ച സമയം, അതാണ് റമദാൻ. സ്വർഗം കൊതിക്കുന്നവർക്ക് സ്വർഗത്തിന്റെ വാതായനങ്ങളിലൂടെ കടന്നു ചെല്ലാനുള്ള സുവർണാവസരം. തുറക്കപ്പെട്ട നിലയിൽ കിടക്കുകയാണ് സ്വർഗത്തിന്റെ ഡോറ്. നരക കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുന്ന മാസം. പിശാചുക്കൾ മനുഷ്യനെ തിന്മയിലേക്ക് നയിക്കുന്ന, നന്മ ചെയ്യുന്നവരുടെ ലക്ഷ്യത്തെ മാറ്റിമറിക്കുന്ന, കൂടുതൽ മടുപ്പും ചടപ്പും നൽകുന്ന, അധർമ്മങ്ങൾക്കും അനാശാസ്യങ്ങൾക്കും അനാചാരങ്ങൾക്കും അധർമ്മങ്ങൾക്കും ഹറാമുകൾക്കും ആസ്വാദനത്തിന്റെ തുരുത്തുകളിട്ട് ആളുകളെ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് പിന്നോട്ടടിപ്പിക്കുന്ന പിശാചുക്കൾ, അവർ ബന്ധനസ്ഥരാകുന്ന മാസം. കാരുണ്യത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന മാസം. ആകാശത്തിന്റെ കവാടം നന്മകൾ സ്വീകരിക്കാൻ സന്നദ്ധമായെന്നറിയിച്ചുകൊണ്ട് മലർക്ക് തുറന്നുവെക്കുന്ന സമയം. നന്മയിലേക്ക് വിളിക്കുന്ന യാ ബാഗിയൽ ഖൈർ അഖ്ബിൽ യാ ബാഗിയൽ ശർ അഖ്സിർ. നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ, നന്മക്കുള്ള ഏറ്റവും നല്ല അവസരം ആണല്ലോ. ഓരോന്നിനും ഓരോ അവസരമുണ്ട്. കച്ചവടത്തിനൊരു നല്ല കച്ചവടമുണ്ടാകുന്ന സീസണുണ്ട്. അപ്പോൾ കച്ചവടക്കാർ എന്തു ചെയ്യും? നന്നായിട്ട് അവരുടെ സാധനങ്ങൾ ഇറക്കും, അത് നന്നായിട്ട് എക്സിബിറ്റ് ചെയ്യും, ആളുകൾക്കിടയിൽ അത് പബ്ലിസിറ്റി കൊടുക്കും, കച്ചവടം വർദ്ധിപ്പിക്കാൻ വേണ്ടി നോക്കും. കാരണം ഇത് സീസണാണ്. യാ ബാഗിയൽ ഖൈർ അഖ്ബിൽ. നന്മ ആഗ്രഹിക്കുന്നവരെ, സ്വർഗം ആഗ്രഹിക്കുന്നവരെ, നിങ്ങൾ മുന്നോട്ട് വരൂ, ഇത് നിങ്ങൾക്കുള്ള സീസണാണ്. യാ ബാഗിയ ശർ അഖ്സിർ. ജീവിതത്തിന്റെ ലക്ഷ്യം വിസ്മരിച്ചുപോയി തിന്മയിൽ ആപതിച്ചു പോയവരെ, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങൾ കുറക്കൂ, നിങ്ങൾ ആ പാപങ്ങളിൽ നിന്ന് വിടവാങ്ങൂ. വലില്ലാഹി ഉതഖാഉ മിനന്നാർ വദാലിക ഫീ കുല്ലി ലൈല. എല്ലാ രാത്രിയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നരകാവകാശികളെ സ്വർഗത്തിലേക്ക് മാറ്റി താമസിപ്പിക്കുന്ന മാസമാണ് പരിശുദ്ധ റമദാൻ മാസം. സ്വർഗം ലഭിക്കാനുള്ള അവസരം. നരകത്തിൽ എങ്ങനെയോ തന്റെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് എത്തിപ്പെട്ടവർ തൗബ ചെയ്തും ഇസ്തിഗ്ഫാർ നടത്തിയും ഖേദിച്ചു മടങ്ങിയും അല്ലാഹുവിലേക്ക് തിരിക്കുമ്പോൾ അവരെയെല്ലാം പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗത്തിലാക്കുന്ന മാസം. നരകമോചനത്തിന്റെ മാസം. പാപങ്ങൾ കരിച്ചു കളയുന്ന മാസം. ഒരു രാത്രി കൊണ്ട് 83 കൊല്ലവും 4 മാസവും തുടർച്ചയായി
ഇബാദത്ത് ചെയ്ത കൂലി ഓഫർ നൽകപ്പെട്ട മാസം. ലൈലത്തുൽ ഖദ്ർ ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളെക്കാൾ മഹത്വമുള്ള രാത്രിയുള്ള മാസം. അതാകും റമദാൻ ശഹ്റുൻ മുബാറക് ഫറദല്ലാഹു അസ്സ വജല്ല അലൈക്കും സിയാമഹു തുഫ്തഹു ഫീഹി അബ്വാബുസ് സമാ വതുഗ്ലഖു ഫീഹി അബ്വാബുൽ ജഹീം വതുഗല്ലു ഫീഹി മറദത്തുശ് ശയാത്തീൻ ലില്ലാഹി ഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ശഹർ മൻ ഹുരിമഹാ ഹുരിമൽ ഖൈറ കുല്ലു. ആ ഒരു മാസത്തിൽ ഒരു രാത്രിയുണ്ട്. ആ രാത്രിയിലെ ഖൈർ ആർക്കാണോ തടയപ്പെട്ടത് അവർക്ക് എല്ലാ ഖൈറും തടയപ്പെട്ടു. ഫമൻ ഹുരിമഹാ ഫഖദ് ഹുരിമൽ ഖൈറു കുല്ലു. ആർക്കാണോ ആ ഖൈർ, ആ രാത്രിയുടെ നന്മ, ആ ലൈലത്തുൽ ഖദ്ർ നഷ്ടപ്പെട്ടത് അവർക്ക് എല്ലാ ഖൈറും നഷ്ടപ്പെട്ടു പോയി. അത് തടയപ്പെട്ടവൻ എല്ലാം തടയപ്പെട്ടവനായി. എന്നാൽ അതാർക്കാണോ നൽകപ്പെട്ടത് അവനെല്ലാം ഖൈർ ലഭിച്ചവനായി എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുകയാണ്. ജീവിതത്തിൽ ഒരുപാട് ആവശ്യങ്ങൾ നമുക്ക് പൂർത്തീകരിക്കാനുണ്ട്. ജീവിതത്തിൽ നമ്മുടെ ഒരുപാട് അഭിലാഷങ്ങൾ തീർക്കാനുണ്ട്. നമ്മുടെ ആശങ്കകൾക്ക് നമുക്ക് പരിഹാരം ആവശ്യമുണ്ട്. ചെയ്തുപോയ പാപങ്ങളുടെ പേരിൽ നമുക്ക് ഖേദമുണ്ട്. നിർവഹിക്കാനുള്ള ദൗത്യങ്ങളുടെ പേരിൽ നമുക്ക് ആശങ്കയുണ്ട്. വരുമോ എന്ന് ഭയക്കുന്ന ഒരുപാട് രോഗങ്ങളും പരീക്ഷണങ്ങളും പ്രതിസന്ധികളുമുണ്ട്. എല്ലാം റബ്ബിലേക്ക് ഉയർത്താൻ പറ്റിയ പ്രാർത്ഥനയ്ക്കുത്തരം ലഭിക്കുന്ന മാസം, ആ മാസമാണ് റമദാൻ മാസം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഓരോ രാത്രിയിലും നരകത്തിൽ നിന്ന് ആളുകളെ അല്ലാഹു മോചിപ്പിക്കുന്ന മാസമാണ്. ലികുല്ലി അബ്ദിൻ മിൻഹും ദഅവത്തുൻ മുസ്തജാബ, പ്രാർത്ഥനയ്ക്കുത്തരം കിട്ടുന്ന മാസമാണ്. ചോദിക്കാം പടച്ച റബ്ബിനോട്, ഉദ്ഊനി അസ്തജിബു ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി ഫല്യസ്തജീബു ലി ഫല്യുഅ്മിനൂ ബി ലഅല്ലഹും യർഷദൂൻ. എന്റെ ദാസന്മാർ എന്നെക്കുറിച്ച് ചോദിച്ചാൽ നീ പറയുക, ഞാൻ അവരുടെ ഏറ്റവും തൊട്ടടുത്തുണ്ട്. പടച്ച റബ്ബിന്റെ ഇൽമ കൊണ്ട്, അവന്റെ കഴിവ് കൊണ്ട്, അവന്റെ ഖുദ്റത്ത് കൊണ്ട്, അവന്റെ പ്രവൃത്തികൾ കൊണ്ട്, അവന്റെ സിഫാത്തുകൾ കൊണ്ട് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളുമായി ഏറ്റവും സമീപസ്ഥനാണ്. അതുകൊണ്ട് തന്നെ ചോദിക്കുന്നവർക്ക് ചോദിക്കാൻ, തേടുന്നവർക്ക് തേടാൻ, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാൻ, ആവശ്യങ്ങൾ ഇരന്നു വാങ്ങാനുള്ള സന്ദർഭവും സമയവുമാണ് വരാനിരിക്കുന്നത്. ദിക്റിന്റെയും നന്ദിയുടെയും ശുക്റിന്റെയും മാസമാണ്. അതുവരെ അലക്ഷ്യമായി ജീവിച്ചവർ ലക്ഷ്യത്തിലേക്ക് തിരിച്ചു വരുന്ന, ഇബാദത്തുകൾ ശ്രദ്ധിക്കുന്ന, നന്ദിയുള്ളവരായി മാറുന്ന സമയം. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്റ വലിതുകബ്ബിറുല്ലാഹ വലിതുക്മിലുൽ ഇദ്ദത വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ. നിങ്ങൾക്ക് അല്ലാഹു നോമ്പ് നിർബന്ധമാക്കിയത് നിങ്ങളെ പ്രയാസപ്പെടുത്താനല്ല, എളുപ്പമാണ്. ദീന് എളുപ്പമാണ്, നമസ്കാരം എളുപ്പമാണ്, രോഗിക്ക് ഇളവുകളാണ്. ഏതൊരു വിഷയത്തിലും ഓരോരുത്തരുടെയും അവസ്ഥ പരിഗണിച്ച് നിയമങ്ങൾ പഠിപ്പിച്ചിരിക്കുകയാണ് ഇസ്ലാം. എക്കാലത്തും ലോകം എത്ര വികസിച്ചാലും, ലോകത്ത് എന്തെത്യാദി പ്രയാസങ്ങൾ ഉണ്ടായിരുന്നാലും, ആ കാലത്തിനൊക്കെ അനുയോജ്യമായ, ആണിനനുയോജ്യമായ, പെണ്ണിനനുയോജ്യമായ, കുട്ടികൾക്ക് അനുയോജ്യമായ, യുവാക്കൾക്ക് അനുയോജ്യമായ, വൃദ്ധന്മാർക്കും വൃദ്ധകൾക്കും അനുയോജ്യമായ നിയമങ്ങളുള്ള എളുപ്പത്തിന്റെ മതമാണ് അദ്ദീനു യുസ്റുൻ, എളുപ്പത്തിന്റെ മതം. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ, അല്ലാഹു നിങ്ങൾക്ക് എളുപ്പം ഉദ്ദേശിച്ചിരിക്കുകയാണ്. വല യുരീദു ബിക്കുമുൽ ഉസ്റ, നിങ്ങൾ പ്രയാസപ്പെടുത്താൻ അല്ലാഹു ഉദ്ദേശിച്ചിട്ടില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസപ്പെടുത്തുന്നവനല്ല. യസ്സിറു വലാ തുഅസ്സിറു, നിങ്ങൾ എളുപ്പമുണ്ടാക്കൂ, നിങ്ങൾ ഒരാളെയും പ്രയാസപ്പെടുത്തരുതെന്ന് പറഞ്ഞ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ഒരിക്കലും നമ്മെ പ്രയാസപ്പെടുത്തുകയില്ല. അല്ലാഹു എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്. വലിതുക്മിലുൽ ഇദ്ദ, നിങ്ങൾ എണ്ണം പൂർത്തിയാക്കുവാൻ. വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, നിങ്ങൾക്ക് നേർവഴി കാണിച്ചു തന്നതിന്റെ പേരിൽ അല്ലാഹുവിന്റെ മഹത്വം നിങ്ങൾ പ്രകീർത്തിക്കുവാനും. വലഅല്ലകും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുവാനും വേണ്ടിയാണ് പടച്ച റബ്ബ് നമ്മോട് നോമ്പിനുള്ള കൽപ്പന നിർവഹിച്ചിട്ടുള്ളത്. പടച്ച റബ്ബിനെ പ്രകീർത്തിക്കാൻ, ദിക്റുകൾ എടുക്കാൻ, ശുക്റുകൾ എടുക്കാൻ, നമസ്കരിക്കാൻ, ഇബാദത്തുകൾ ചെയ്യാൻ, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാൻ, പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ മഅറൂഫുകൾ, നന്മകൾ പെരുപ്പിക്കാൻ നന്ദിയുടെ സമയം ഇതാ സമാഗതമാകാനിരിക്കുകയാണ്. ഒരു മനുഷ്യന്റെ മുഖമുദ്ര അയാളുടെ ക്ഷമയാണ്. ക്ഷമ ഒരാൾക്ക് സമ്മാനിക്കുന്ന മാസമാണ് റമദാൻ. സൗമു ഷഹ്രി സബർ, ഈ
മാസം എന്ന് പറയുന്നത് ക്ഷമയുടെ മാസമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ക്ഷമ ഒരാൾക്ക് ശീലിച്ചാൽ അയാളെ ബാധിക്കുന്ന പ്രയാസങ്ങളിൽ അയാൾക്ക് ആശ്വാസം കിട്ടും, അയാൾക്ക് നന്മകളിൽ മുഴുകാൻ സാധിക്കും, ഹറാമുകൾ വെടിയാൻ സാധിക്കും. അങ്ങനെ ക്ഷമയുള്ള മനുഷ്യനായാൽ ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, കണക്കില്ലാത്ത പ്രതിഫലം പടച്ച റബ്ബ് നൽകുന്നത് ക്ഷമയിലൂടെയാണ്. അസ്സബ്റു ദിയാഉൻ, ക്ഷമ അത് പ്രകാശമാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലൈസ ശദീദു ബിസ്റുഅ വലാകിന്ന ശദീദ അല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്, നിങ്ങളിൽ മൽപിടുത്തം നടത്തി വിജയിക്കുന്നവനല്ല മല്ലൻ, മറിച്ച് മനസ്സ് വികാരത്തിന് കീഴ്പ്പെടുമ്പോൾ, ദേഷ്യത്തിന് കീഴ്പ്പെടുമ്പോൾ ആ മനസ്സിനെ പിടിച്ചു കെട്ടാൻ സാധിക്കുന്നവനാണ് നിങ്ങളുടെ കൂട്ടത്തിലെ മല്ലനെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടൊരു മനുഷ്യന്റെ മികവ് അയാളുടെ ക്ഷമയാണ്. ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന അനർഘ നിമിഷമാണിത്. ദുർബല നിമിഷത്തിൽ വ്യഭിചരിച്ചു പോയ മാഇസ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടുക്കൽ വന്നു. കരഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകരെ, തൊഹിർനി, എന്നെ നിങ്ങൾ ശുദ്ധീകരിക്കണം. പ്രവാചകൻ ആട്ടിയോടിച്ചു. പ്രവാചകൻ അദ്ദേഹത്തെ അകറ്റി നിർത്തി. അദ്ദേഹത്തിന് മാനസിക പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ലെന്നുറപ്പാക്കി അദ്ദേഹം അല്ലാഹുവിന്റെ ദീനിന്റെ നിയമപ്രകാരം റജ്മിന് വിധേയമാക്കപ്പെടുകയും അദ്ദേഹം റബ്ബിന്റെ മാർഗത്തിൽ മരിക്കുകയും ചെയ്തത് ഒരു പാപം പൊറുക്കപ്പെടാനാണ്. അല്ലാഹു റഹ്മാനും റഹീമുമാണ്. നിത്യവും നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നു 5 നേരത്തെ നമസ്കാരത്തിലൂടെ. ആഴ്ചയിൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നു യൗമുൽ ജുമഅയിലൂടെ. മാസത്തിൽ പൊറുക്കപ്പെടുന്നു അയ്യാമുൽ ബീദിലൂടെ. എല്ലാ കൊല്ലവും നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല റമദാനിനെ നമുക്ക് നിശ്ചയിച്ചിരിക്കുകയാണ്. വറമദാൻ ഇലാ റമദാൻ മുകഫിറാത്തും മാ ബൈനഹുന്ന ഇദജ്തുനിബൽ കബായിർ, വൻ പാപങ്ങളിൽ നിന്ന് വിട്ടുനിന്ന ആളുകളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അബദ്ധങ്ങൾ അല്ലാഹു റമദാനിലൂടെ പുറത്തു തരും. ഒരു റമദാൻ മറ്റൊരു റമദാനിനിടക്കുള്ള പാപങ്ങൾ പുറത്തു തരും. ഒരു കൊല്ലത്തെ പാപങ്ങൾ മായ്ച്ചു കളയുന്ന സുവർണ നിമിഷമാണ്. അതുകൊണ്ട് മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, മൻ ഖാമ റമദാനൻ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. പരിശുദ്ധ റമദാനിൽ ആരെങ്കിലും നോമ്പ് നോറ്റാൽ, ആരെങ്കിലും രാത്രി നിന്ന് നിസ്കരിച്ചാൽ അവരുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും വിലപ്പെട്ട മാസമാണ്. റഗിമ അൻഫു റജുലിൻ, ഒരു മനുഷ്യൻ മൂക്ക് കുത്തി നശിക്കട്ടെ. എന്താ അവന്റെ പ്രത്യേകത? ദഖല അലൈഹി റമദാൻ, അവൻ റമദാനിൽ പ്രവേശിച്ചു. ഫൻസലഹ ഖബ്ല അൻ യുഗ്ഫറ ലഹ്. നഊദു ബില്ലാഹ്. ഒരാൾക്ക് റമദാൻ കിട്ടിയിട്ട് ആ റമദാനിലൂടെ അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെടാതെ, കഴുകിക്കളയാതെ അയാൾ റമദാനിൽ നിന്ന് പുറത്തു ചാടി. മാസം കഴിഞ്ഞത് അയാൾ അറിഞ്ഞില്ല. അയാൾ തിരക്കുകളിലായിരുന്നു, ഭൗതികമായ എൻഗേജ്മെന്റ്സിലായിരുന്നു. അയാൾക്കിത് സീസണായിരുന്നു. പടച്ച റബ്ബിന്റെ മുമ്പിൽ തന്റെ പാപങ്ങൾ കഴുകിക്കളയാൻ റമദാൻ സഹായകമായില്ല. പാപങ്ങളുടെ കൂനകാരണത്താൽ അയാളുടെ മനസ്സിൽ അതിനുള്ള താല്പര്യമുണ്ടായിരുന്നില്ല. അയാളത് ആഗ്രഹിച്ചിരുന്നുമില്ല. ചെയ്തു കൂട്ടിയ പാപങ്ങളെല്ലാം റമദാനിലും തുടർത്തി റമദാനിന് ശേഷവും കൊണ്ടുപോകുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രാർത്ഥന, ജിബ്രീൽ പ്രാർത്ഥിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആമീൻ പറയുന്നു. ആർക്കെതിരെ? ഒരു റമദാൻ കിട്ടിയിട്ട് അതിലൂടെ പാപങ്ങൾ പൊറുക്കപ്പെടാത്തവനെതിരെ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആമീൻ പറയുന്നു. ജിബ്രീൽ പ്രാർത്ഥന നിർവഹിക്കുന്നു. സഹോദരന്മാരെ, അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും വിലപ്പെട്ട മാസമാണ്. 2 സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ഒരാൾ യുദ്ധത്തിൽ മരിച്ച് ഷഹീദായി, മറ്റൊരാളാകട്ടെ 1 കൊല്ലം കൂടെ ജീവിച്ച് റമദാൻ കഴിഞ്ഞ് അയാൾ മരിച്ചു. പരലോകത്ത് ചെന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഷഹീദിനെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കും മുമ്പ് ആദ്യം പ്രവേശിപ്പിച്ചത് ഇയാളെയാണ്. എന്താണ് ഇതിന് കാരണമെന്ന് ചോദിച്ചപ്പോൾ, അലൈസ ഖദ് മകത ഹാദാ ബഅദഹു സന, ഇദ്ദേഹത്തെക്കാൾ 1 കൊല്ലം അയാൾ ജീവിച്ചില്ലേ? അതെ, ജീവിച്ചു. വ അദ്റക റമദാന വസാമ വസല്ല കദാ വകദാ മിൻ സജദത്തിൻ മിനസ് സുന്ന. അദ്ദേഹം ഒരു റമദാൻ 1 കൊല്ലം കൂടുതൽ കിട്ടിയോ? കിട്ടി. ആ കൊല്ലം കൂടുതൽ കിട്ടിയതിൽ അയാൾക്ക് ഒരു റമദാൻ കിട്ടിയില്ലേ? കിട്ടി. ആ റമദാൻ അയാൾ നോമ്പ് നോറ്റു, അയാൾ നമസ്കരിച്ചു, അയാൾ പ്രവാചകൻ പഠിപ്പിച്ച സുന്നത്തുകളെല്ലാം ചെയ്തു. അങ്ങനെ പടച്ച റബ്ബിന്റെ അടുക്കലെത്തിയാൽ പിന്നീട് എങ്ങനെയാണ് അയാൾ ആദ്യം സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കാതിരിക്കുക എന്നാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. ഒരു റമദാൻ കിട്ടിയതുകൊണ്ട് ഷഹീദിനും അയാൾക്കുമിടയിൽ ഒരു ആകാശഭൂമികൾക്കിടയിലുള്ള ദൂരമുണ്ടെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ആകാശഭൂമികൾക്കിടയിലുള്ള
ദൂരം ഷഹീദും ഈ റമദാൻ കിട്ടി മരിച്ചയാളും തമ്മിലുണ്ടെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ എത്ര വാല്യുബിൾ ആണ് ഈ മാസം. അള്ളാഹു നമുക്കെല്ലാം ആഫിയത്തോടെ അമലു സ്വാലിഹാത്തോടെ ഉന്മേഷത്തോടെ റമദാനിൽ പ്രവേശിക്കാൻ തൗഫീക്ക് നൽകുമാറാവട്ടെ. ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി, അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഒരുപാട് ആളുകൾ രോഗികളാണ്, അള്ളാഹു റമദാൻ ആകുമ്പോഴേക്ക് അവരുടെ രോഗങ്ങൾ മാറ്റുമാറാവട്ടെ. സഹോദരന്മാരെ, മഹത്തായ ഈ മാസത്തിൽ പ്രവേശിക്കാനുള്ള സൗഭാഗ്യം വലുതാണ്. ഫഇന്ന ഉംറതൻ ഫീ റമദാൻ തഖ്ളി ഹജ്ജത മഈ. ആരെങ്കിലും റമദാനിൽ ഉംറ നിർവഹിച്ചാൽ എന്റെ കൂടെ ഹജ്ജ് നിർവഹിച്ച കൂലിയാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഓരോന്നിനും ഇരട്ടി പ്രതിഫലം ഓഫർ നൽകപ്പെട്ട മാസമാണ് റമദാനിൽ. നോമ്പനുഷ്ഠിച്ച് ഇബാദത്ത് ചെയ്യുന്നവർ ഷഹീദുകളോടൊപ്പമാണെന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്നു, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാനുള്ള ഒരു കാരണമാണ് റമദാൻ എന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ചോദിക്കുകയുണ്ടായി, അറഅയ്ത ഇദാ സല്ലൈതു സ്വലാത്തുൽ മക്തൂബാത്ത് വസുംതു റമദാൻ വഅഹ്ലൽതുൽ ഹലാൽ വഹറംതുൽ ഹറാം വലം അസിദ് അലാ ദാലിക ശൈഅ അദ്ഖുലുൽ ജന്ന. അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ നമസ്കരിക്കും, ഞാൻ റമദാനിൽ നോമ്പ് നോൽക്കും, ഞാൻ ഹലാലിനെ ഹലാലായി കാണും, ഹറാമിനെ ഹറാമായി കാണും, ഇതിൽ ഞാൻ ഒന്നും കൂട്ടുകയില്ല കുറക്കുകയുമില്ല. അദ്ഖുലുൽ ജന്ന, ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, തീർച്ചയായിട്ടും താങ്കൾ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നാണ്. നിർബന്ധ നമസ്കാരങ്ങൾ കൃത്യമായി നിർവഹിച്ച് റമദാനിൽ നോമ്പ് നോറ്റ് മുന്നോട്ട് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഹലാലുകൾ ചെയ്ത് ഹറാമിൽ നിന്ന് പൂർണ്ണമായി മാറി നിന്നാൽ അയാൾക്ക് സ്വർഗമുണ്ടെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ, വരാനിരിക്കുന്ന മാസത്തിൽ എത്തിച്ചേരാനും അതിനെ പരമാവധി ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖിനും വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഭൗതിക സാഹചര്യങ്ങൾ കൊണ്ടും റമദാനിനെ സ്വീകരിക്കാൻ പ്രാപ്തി നേടിയെടുക്കുകയും ചെയ്യുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരന്മാരെ, മത്സരത്തിന്റെ മാസമാണ് റമദാൻ മാസം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു റമദാൻ കഴിഞ്ഞാൽ അടുത്ത റമദാനിലേക്ക് ധൃതി പിടിക്കുകയും ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്വർഗ്ഗം ആഗ്രഹിക്കുന്നവർ അവരോട് അല്ലാഹുവിന്റെ കൽപ്പനയാണ്, സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന വസാബിഖൂ ഫിൽ ഖൈറാത്ത്. ധാരാളം കൽപ്പനകൾ. വഫിറൂ ഇലല്ലാഹ്, അല്ലാഹുവിന്റെ കൽപ്പനകളാണ്. ഈ കൽപ്പനകൾ നെഞ്ചേറ്റുന്നവർക്കുള്ള നല്ലൊരു അവസരമാണ് റമദാൻ എന്ന് പറയുന്നത്. ആ റമദാനിലെ നമസ്കാരങ്ങൾ, ദിക്റുകൾ, ദുആകൾ, ഉംറകൾ, ദാനധർമ്മങ്ങൾ, നോമ്പ്, അങ്ങനെ തുടങ്ങി വിവിധങ്ങളായിട്ടുള്ള ആരാധനാ കർമ്മങ്ങൾ, അതിന് വലിയ സ്വീകാര്യത ലഭിക്കുന്ന മാസമാണ്. തറാവീഹിന്റെ മാസമാണ് റമദാൻ മാസം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിന് വിജയം നൽകിയ മാസമാണ്. ശത്രുക്കളെ പരാജയപ്പെടുത്തിയ മാസമാണ്. ബദറിന്റെ വിജയമുണ്ടായ മാസമാണ് റമദാൻ മാസം. റമദാനിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അജ്വദു മാ യകൂനു ഫീ റമദാൻ ഹീന യൽഖാഹു ജിബ്രീൽ. ജിബ്രീൽ നബിയെ കാണാൻ വരുമ്പോൾ പ്രവാചകൻ നന്നായി ദാനധർമ്മം നിർവഹിക്കുന്ന ഔദാര്യവാനായിട്ടായിരുന്നു ജിബ്രീൽ അദ്ദേഹത്തെ കണ്ടിരുന്നതെന്ന് സ്വഹാബത്ത് പറയുകയാണ്. ദാനധർമ്മത്തിന്റെ അതിന് കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന മാസമാണ്. ഖുർആനിന്റെ പഠനത്തിന്റെ, പാരായണത്തിന്റെ, ശ്രവണത്തിന്റെ മാസമാണ് റമദാൻ മാസം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനായപ്പോൾ 2 തവണയാണ് ജിബ്രീൽ ഹിഫ്ള് നോക്കിയത് എന്ന് ഹദീസുകളിൽ സഹാബത്ത് റിവായത്ത് ചെയ്യുന്നുണ്ട്. റമദാനിലെ നോമ്പ് ഇസ്ലാമിലേറെ മഹത്വമുള്ള കാര്യം. ഇസ്ലാം കാര്യം 5 അതിലൊന്ന് ഷഹാദത്തു ലാ ഇലാഹ ഇല്ലല്ലാഹു വഅന്ന മുഹമ്മദ് റസൂലുള്ളാഹ് വ ഇഖാമിസ് സലാ വ ഇതാഇസ് സകാ വ തസൂമു റമദാൻ വ തഹജ്ജുൽ ബൈത്ത്. ഇസ്ലാം കാര്യം 5 സ്തംഭങ്ങളിൽ അല്ലാഹു നമുക്ക് നിർബന്ധമാക്കിയ റമദാൻ, ആ നോമ്പ്, അത് നിർവഹിക്കാനുള്ള മാസമാണ്. വസൗമു റമദാൻ, റമദാനിലെ നോമ്പ് പടച്ചോൻ നമുക്ക് നിർബന്ധമാക്കിയ ഇസ്ലാമിന്റെ അടിസ്ഥാന സ്തംഭങ്ങളിൽപ്പെട്ട ആരാധനയാണ് വരാനിരിക്കുന്നത്. നിസാരമായൊരു കാര്യമല്ല. നിസ്കാരത്തിന് ജാഗ്രത കാണിക്കുന്നവർക്കും നോമ്പിന് മടിയും അലസതയും വെറുപ്പും പ്രയാസവും ബുദ്ധിമുട്ടുമാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. എന്തേ അങ്ങനെ?
നിസ്കാരം നിർബന്ധമാക്കിയ പടച്ചറബ് നമുക്ക് നിർബന്ധമാക്കിയതാണ് നോമ്പ്. അതുകൊണ്ട് തന്നെ ആ നിർബന്ധം നിർവഹിക്കുന്നു എന്ന ചാരിതാർത്ഥ്യം നമുക്കുണ്ടാകണം. ലിസ്വാഇമി ഫർഹത്താൻ, നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ട്. ഒന്ന് ഇൻദ ഫിത്രി, നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷം. എന്താ സന്തോഷം? ഒന്ന് ആ വിശപ്പടങ്ങുമ്പോഴുള്ള സന്തോഷം. അതിനേക്കാൾ വലുത് പടച്ചറബ് എനിക്ക് നിർബന്ധമാക്കിയ ഒരു നോമ്പ് അത് പൂർത്തിയാക്കാൻ പറ്റിയല്ലോ എന്ന സന്തോഷം. ഈ ഇഅ്തികാഫിന്റെ മാസമാണ്. കാന യഅ്തകിഫുൽ അശ്റ അവാഖിർ മിൻ റമദാൻ ഹത്താ തവഫാഹുല്ലാഹ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുവോളം റമദാനിന്റെ അവസാനത്തെ 10 പൂർണ്ണമായിട്ടും ഇഅ്തികാഫ് ഇരുന്നിരുന്നു. സുമ്മ അഅ്തകഫ അസ്വാജുഹു മിൻ ബഅദി, പ്രവാചകന്റെ വിയോഗത്തിന് ശേഷം അവിടുത്തെ പത്നിമാർ അത് തുടർന്നു പോന്നിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. ഇഅ്തികാഫിന്റെ മാസം, ആരാധനകളിൽ കഠിനാധ്വാനം ചെയ്യേണ്ട മാസം. ഇജ്തഹിദു ഫിൽ അശ്രി അവാഖിർ മാ ലാ ഇജ്തഹിദു ഫീ ഗൈരി. അല്ലാഹുവിന്റെ പ്രവാചകൻ മുറുക്കിയുടുത്ത് സജ്ജമായി ഇറങ്ങിയ മാസമാണ് വരാനിരിക്കുന്ന ഈ ഒരു മാസം. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടുകൂടെ വിശ്വാസികളുടെ ഒരു സുവർണ കാലഘട്ടമായി, പടച്ചറബിലേക്ക് ഓടിയെടുക്കാനുള്ള സീസണായി, വളരെ വേഗതയിൽ, വളരെ പെട്ടെന്ന് അല്ലെ, എല്ലാം വേഗതയിലാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. ലോങ് വീഡിയോസ് ആരും കാണാറില്ല, ഷോർട്സിന്റെ പിന്നാലെയാണ് എല്ലാവരും ഉള്ളത്. 4Gയിൽ നിന്ന് 5Gയിലേക്കുള്ള മാറ്റം അത് വേഗതയിലാണ്. നമുക്കെല്ലാം വേഗതയിൽ ലഭിക്കണം. വേഗതയിലെത്താൻ പറ്റിയ വാഹനം, വേഗതയിൽ കിട്ടുന്ന ഭക്ഷണം, അല്ലെ, വേഗതയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇതാ സ്വർഗത്തിലേക്ക് വേഗതയിലെത്താൻ, എളുപ്പത്തിലെത്താൻ വളരെ നമ്മുടെ തൊട്ടു മുമ്പിൽ തന്നെ അൽ ജന്നത്തു അഖ്റബു ഇലാ അഹദികും മിൻ ശിറാകിൻ അലൈ വന്നാറു മിസ്ല ദാലിക്. സ്വർഗം ഇതാ നിങ്ങളുടെ ചെരുപ്പിന്റെ വാറിന്റെ തൊട്ടടുത്തുണ്ടെന്ന് പറഞ്ഞ ആ ഹദീസിനെ അന്വർത്ഥമാക്കും വിധം ഇതാ നിരവധി റമദാനുകളിലൂടെ കടന്നുപോയ നമ്മൾ റമദാനിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ എന്താണ് ഈ റമദാനിന് സ്പെഷ്യലായിട്ടുള്ളത് എന്ന് നാം ആലോചിക്കണം. കഴിഞ്ഞുപോയ റമദാനുകളെ പോലെ തന്നെയാണ് ഈ റമദാനും വിനിയോഗിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നതാണോ നമ്മൾ ചിന്തിക്കുക, നമ്മൾ ആലോചിക്കുക, നമ്മൾ പരിശ്രമിക്കുക. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നമുക്ക് ശുപാർശകനായിട്ടെത്തുന്ന റമദാൻ, ശുപാർശകനായിട്ടെത്തുന്ന നോമ്പ്, ശുപാർശകനായിട്ടെത്തുന്ന ഖുർആൻ, അതിനെല്ലാറ്റിനുമുള്ള അവസരത്തിന്റെ ഈ ഒരു മാസത്തെ നമുക്ക് പരമാവധി ഉപയോഗപ്പെടുത്താൻ സാധിക്കണം. അതിന് ആത്മാർത്ഥമായ നിയ്യത്തുണ്ടായിരിക്കുക, സന്തോഷത്തോടെ സ്വീകരിക്കുക, പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. മനസ്സിൽ പിശാചിട്ട് തരുന്ന ആശങ്കകളെ ഓരോന്നോരോന്നായി പരിഹരിച്ചുകൊണ്ട് സമാധാനത്തോടുകൂടെ റമദാനെ സ്വീകരിക്കാൻ വേണ്ടി ശ്രമിക്കുക. റമദാനിൽ ഒരു ഉംറക്കുള്ള അവസരമുണ്ടെങ്കിൽ അതിന് നമ്മൾ നേരത്തെ തന്നെ പരിശ്രമിക്കുക. ഇതിനു മുമ്പ് നമുക്ക് നിർവഹിക്കാനുള്ള കാര്യങ്ങൾ നിർവഹിച്ചു വെക്കുക. നമ്മുടെ പർച്ചേസിംഗും മറ്റു കാര്യങ്ങളെല്ലാം റമദാനിലേക്ക് നീട്ടിവെക്കാതെ റമദാനിന് മുമ്പ് തന്നെ അതെല്ലാം തീർക്കാൻ വേണ്ടി ശ്രമിക്കുക. കച്ചവടക്കാരും മറ്റാളുകളുമൊക്കെ അവരുടെ ആരാധനയെ ബാധിക്കും വിധത്തിലുള്ള കച്ചവടം നമുക്ക് പാടില്ലാത്തതാണ്. റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ് വഇഖാമിസ് സ്വലാ വഇതാഇസ് സകാ യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചില ദാസന്മാരുണ്ട്, അവർക്ക് അവരുടെ കച്ചവടമോ അവരുടെ ഏർപ്പാട് അവരുടെ ജോലിയോ ഒന്നും തന്നെ നിസ്കാരം നിർവഹിക്കുന്നിടത്തോ സകാത്ത് കൊടുക്കുന്നിടത്തോ പടച്ച റബ്ബിനെ ദിക്റെടുക്കുന്നിടത്തോ അവർക്ക് തടസ്സമല്ല. കാരണം എന്താണ്? ഈ കച്ചവടത്തെക്കാൾ, ഇവിടുത്തെ വീടിനേക്കാൾ, ഇവിടുത്തെ മറ്റു ആശങ്കകളെക്കാൾ, ഇവിടുത്തെ കടത്തെക്കാളും ഇവിടുത്തെ ദാരിദ്ര്യത്തെക്കാളും അവർ ഭയക്കുന്നത് യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. ഒരു ദിവസത്തെ അവർ ഭയക്കുന്നുണ്ട്, അത് പരലോകമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ കച്ചവടം നമുക്ക് തടസ്സമാകരുത്. എക്സ്ട്രാ ഒരു സ്റ്റാഫിനെ പേയ്മെന്റ് കൊടുത്ത് നിശ്ചയിച്ചാലും വേണ്ടില്ല, നമുക്ക് കിട്ടേണ്ട ഇബാദത്തുകൾ, ജമാഅത്തുകൾ, മറ്റു കാര്യങ്ങൾ നമുക്ക് കൃത്യമായി കിട്ടാൻ കണ്ട് നമ്മുടെ ബിസിനസിനെ നമ്മൾ ചിട്ടപ്പെടുത്തുക. വലിയ വലിയ ജോലി തിരക്കുള്ള ആളുകൾ അവരുടെ ജോലിയിൽ നിന്ന് തിരക്കുകൾ ഒഴിഞ്ഞു കിട്ടാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ തന്നെ നടത്തുക. വീട് പണിയും മറ്റു കാര്യങ്ങളെല്ലാം നിർവഹിക്കപ്പെടുന്ന ആളുകൾ ഈ റമദാനിന്റെ ഈ ഒരു ആരാധനയുടെ സമയത്ത് നമ്മുടെ വീട് പണിയുടെ തിരക്കുകൾ നമ്മൾ മാറ്റിവെക്കുക. ഒരു മാസം കുറച്ചങ്ങോട്ടായി എന്നതുകൊണ്ട് നമുക്കൊരു പ്രയാസവും ഉണ്ടാകാൻ പോകുന്നില്ല. നമ്മുടെ ആരാധനയെ ബാധിക്കാത്ത പണികൾ നമുക്ക് നിർവഹിക്കാവുന്നതാണ്. അതല്ലാത്ത ഭാരിച്ച കാര്യങ്ങളെല്ലാം റമദാൻ കഴിഞ്ഞിട്ടാകാം എന്ന് നിശ്ചയിക്കുമ്പോൾ ഒരുപക്ഷെ വീടിനൽപ്പം ഉറപ്പ് കൂടും. നമ്മുടെ ഖബറാകുന്ന വീടിന് അവിടെ നമുക്ക് സ്വസ്ഥമായി കിടന്നുറങ്ങാൻ സാധിക്കും. അതുകൊണ്ട് ഈ റമദാൻ നമുക്ക് അവസരമാണ്. സല്ലി സലാത്ത മുബദ്ദിഇൻ, അവസാനത്തെ നിസ്കാരം നിസ്കരിക്കുന്നവനെ പോലെ നീ നിസ്കരിക്കണമെന്ന് റസൂലുള്ളാഹി ഉപദേശിച്ചു. ഓരോ നിസ്കാരവും നമ്മുടെ അവസാനത്തെ നിസ്കാരമാകാം. ഈ ജുമുഅ കഴിഞ്ഞ് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു പക്ഷേ ആക്സിഡന്റിൽ മരിക്കാം,
ഒരുപക്ഷെ ഈ ഇരിക്കുന്ന ഇരിപ്പിൽ നെഞ്ചുവേദന വന്നാൽ നമ്മുടേത് കഴിഞ്ഞു. ഒരു കോഴി പിടഞ്ഞ് ചാകാനുള്ള സമയം പോലും വേണ്ട ഈ ഇരിക്കുന്ന നമ്മളൊക്കെ മരിക്കാൻ. സെക്കൻഡുകൾ മാത്രം മതി എന്ന സത്യം വീഡിയോകളായി ദൃശ്യങ്ങളായി പലപ്പോഴും നമ്മൾ കണ്ടവരാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ അവസരം ഇനി കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഇതിന്റെ അവസാനത്തെ റമദാനായിരിക്കാം. കിട്ടിയാൽ കിട്ടണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എല്ലാം കൊണ്ടും സാഹചര്യങ്ങൾ കൊണ്ടും റമദാനിനെ വരവേൽക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവുക. ഷഅബാൻ ആരാധനയുടെ സമയമാണ്. ദിക്റുകളും ഖുർആൻ പാരായണവും സുന്നത്ത് നോമ്പുകളും റസൂലുള്ള പെരുപ്പിച്ച സമയമാണ്. ഇപ്പോൾ തന്നെ ആരാധനകളിലേക്ക് ശ്രദ്ധ തിരിച്ചാലേ നമുക്ക് റമദാൻ പരമാവധി ഉപയോഗപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി നമ്മളെല്ലാവരും പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ വീഴ്ചകളും അള്ളാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരട്ടെ. അവന്റെ പരിശുദ്ധ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബസമേതം അള്ളാഹു നമ്മെ പ്രവേശിപ്പിക്കുമാറാവട്ടെ. നമുക്ക് നേരെയുള്ള എല്ലാ മുസീബത്തുകളെയും അള്ളാഹു തടുക്കുമാറാവട്ടെ. നാം ഭയക്കുന്ന കാര്യങ്ങൾ അള്ളാഹു നമ്മെ തൊട്ട് അകറ്റുമാറാവട്ടെ. നമ്മുടെ രാജ്യത്ത് അള്ളാഹു നിർഭയത്വവും സ്വാതന്ത്ര്യവും നിലനിർത്തി തരുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ കുടുംബത്തിലും മക്കളിലും ഖൈറും ബർക്കത്തും കൺകുടർമയും ഏറ്റി നൽകുമാറാവട്ടെ. നമുക്ക് നൽകപ്പെട്ട എല്ലാറ്റിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് നൽകുമാറാവട്ടെ. ജീവിതകാലം പടച്ചറബിന് ഇഷ്ടപ്പെട്ട രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അവസരങ്ങൾ ഉപയോഗപ്പെടുത്താനുള്ള ഇൽമും ഈമാനും സന്നദ്ധതയും ഉന്മേഷവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാ ശൈത്വാനിയത്തിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ രോഗികൾക്ക് അള്ളാഹു ഷിഫാഉൻ ആജിൽ സമ്മാനിക്കുമാറാവട്ടെ. മാറാരോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് മരിച്ചു പിരിഞ്ഞ നമ്മുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ അല്ലാഹു എല്ലാവരുടെയും ഖബറിനെ സ്വർഗ്ഗമാക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.